നമ്മളെ അനിയത്തിനെ പറ്റിക്കാൻ പോവാണ്. 1ാം ക്ലാസ്സിൽ തോറ്റെന്ന് പറയാൻ പോവാണ് പറ്റിക്കാൻ. നോക്കാം. സഫേ എന്റെ റിസൾട്ട് വന്നു. നോക്കട്ടെ റിസൾട്ട് ഒന്ന്. സനമോള് പാവനൊന്ന് അത് കൊണ്ടോ. ഇതൊക്കാണ് 1-7 തോറ്റ്. പരീക്ഷ നല്ല എഴുതിയിട്ടില്ലേ? ഇതൊന്നും തോറ്റെഴുതിയിൽ വന്നിങ്ങനെ പേര് വേറെ ആരില്ലല്ലോ തോറ്റത്. പറ്റിക്കല്ലേ മോള്. ഇതാ വാട്സപ്പിൽ വന്നിക്കണേ. ഇതാ വാട്സപ്പാണ്. കാണിച്ചു തരാം. മാറിയിരിക്കേ. പഠിച്ചോനെ എനിക്ക് കരച്ചില് വരും. ഞാൻ എത്ര തന്നെ പഠിപ്പിച്ചതാണ്. എങ്ങോട്ട് തരാനേ? നോക്ക് തോറ്റേരയില് വന്ന് നോക്കേ. ചെല്ല പറഞ്ഞു ഞാൻ നല്ലോണം എഴുതിയിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇച്ച് മാത്രം ഉണ്ട്. മിമിയൊക്കെ ജയിച്ച്. അപ്പൊ 1A തോറ്റവർ സഫ തെസ്നി. വേറെ ഒരു കുട്ടികളും ഇല്ല. ഇതല്ലേ പറഞ്ഞ എന്റെ ക്ലാസ്സിൽ നല്ല പഠിക്കൂന്ന്. നല്ല പഠിക്കലുണ്ട്. നിങ്ങള് ഫോണുമ്പോ കുത്തി നടന്നോടി. നിങ്ങളെ മോള് ഇത് അവിടെ തോറ്റ് ഇതാക്കി തന്നിട്ട്. താത്താന്റെ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പൊ താത്താക്ക് പൂശ. ഇതെന്താണിത്? നല്ലോണം പഠിച്ചു പോയതല്ലേ. എന്നിട്ട് എന്ത് തോറ്റയില്ല? ഇജ്ജ് നല്ല എഴുതിട്ടാ തോറ്റയിൽ വന്നിക്കണേ. എന്റെ പേര് ഇജ്ജ് മാത്രാണ് തോറ്റിക്കണേ. അയ്യേ 1ാം ക്ലാസ്സിലെ പുസ്തകമൊക്കെ ഞാൻ ഒഴിവാക്കുകയും ചെയ്ത്. ഇജ്ജ് എന്താ എന്നോട് പറഞ്ഞു? ഞാൻ നല്ല എഴുതിയിട്ടുണ്ട് അല്ലേ? പിന്നെ തോറ്റോര് 1ാം ക്ലാസ്സിലാ പോയിരിക്കണേ. അല്ല എങ്ങനെ ഞാൻ പഠിപ്പിച്ചതാണ്? എങ്ങനെ പഠിപ്പിച്ചാണ് ഞാന്? നല്ല പഠിക്കും നല്ല പഠിക്കുമ്പോ ഞാൻ പഠിക്കണ്ട. ഞാൻ നല്ല പഠിക്കും പറഞ്ഞിട്ട് ഇജ്ജ് പഠിക്കാതെ നിന്നിട്ട് ഞാൻ പഠിപ്പിച്ചില്ല എന്നെ. അപ്പൊ മോളെ തോറ്റോരയിൽ വന്നെങ്കിൽ എന്റെ പേര് ഇത് മോളെ സഫാദസ്മീന്ന്. മിമിയൊക്കെ 2ാം ക്ലാസ്സിൽ പോവും. ഈ 1-ലിരുന്നോ? എന്റെ ഫ്രണ്ട്സുകളൊക്കെ 2ാം ക്ലാസ്സിലാവും പോവല്. ഇത് നോക്ക് തോറ്റോരയിൽ വന്നിക്കണ പേര്. അയ്യേ സെന ജയിച്ചിരിക്കണേ. സെനന്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ജയിച്ചിരിക്കണേ. മാത്രമേ തോറ്റിട്ടുള്ളൂ. ടീച്ചർക്ക് അബദ്ധം പറ്റിയതാണ്. മോള് നല്ല പഠിക്കുന്ന പറഞ്ഞല്ല. അപ്പൊ ടീച്ചർക്ക് അത് വിളിച്ചോടെ ഈ പേര് മാറിപ്പോയാ. വേറെ സഫാ തെസ്നി ഉണ്ടോ മോളെ ക്ലാസ്സില്? ഇല്ല. വേറെ വേറെ ബിയിലോ സിയിലോ സഫുണ്ട്. സഫുണ്ട് ഉണ്ട്. ഞാൻ സഫാവോ? ടീച്ചർക്ക് ചെലപ്പോ പേര് തെറ്റിയ നല്ല പോലെ ധൈര്യത്തിൽ ഇരുന്ന് പറയും. ഞാനല്ല, വേറെ ക്ലാസ്സിൽ സഫാത്തസ്മി ഉണ്ട്. ഓളായിരിക്കുള്ളൂ. ടീച്ചറിനെ വിളിക്കും. സഫാണ്. ഇനി ചെലപ്പോ പേര് മാറിപ്പോയതാവുമ്പോ അപ്പൊ അന്റെ പേരല്ലേ ഇരിക്കണേ. അപ്പൊ ഈ എന്ത് പറയണ? ഈ എന്ത് പറയണ? ഇതെന്താ ടീച്ചറെ? ഞാൻ പഠിക്കണ കുട്ടിയല്ല. അതെന്ത് കുട്ടി ഒടുക്കി പറഞ്ഞാ മതി. ടീച്ചറെ ഞാൻ നല്ല പഠിക്കണ കുട്ടിയല്ലേ. അങ്ങോട്ട് കൊണ്ടേക്കാണ്. ഇതിന്റെ അടുത്ത് ഒരു കുട്ടി വേറുണ്ട്. ശരി മോളെ അത് പച്ചി എന്തുവാ ഇതിപ്പോ തോറ്റെന്ന് പറഞ്ഞുതരാണ് ഞാൻ പൊന്നെ. തോറ്റെന്ന് പറഞ്ഞുതരാണ് കാര്യന്. ഞാൻ പൊന്നെ അവള് തോറ്റെന്ന് പറഞ്ഞതിനാണ് അതിനെന്തിനാ കാര്യണത്? പേര് മാറിയതാവും. കരയല്ലേ? പേര് മാറിയതാ.
നല്ല പഠിക്കൂലേ? മോള് നല്ല പഠിക്കൂലേ? നല്ല പഠിക്കലില്ലേ? പിന്നെ എന്തിന് കരയുന്നു? നമുക്ക് ജലജ ടീച്ചറിനോട് ചോദിച്ചു നോക്കാം. സായിദ ടീച്ചറിനെ കുട്ടിയല്ലേ, പിന്നെന്താ ടീച്ചറെ ഞാൻ തോറ്റിക്കണെന്ന് പറയണേ. മോളെ സായിദ ടീച്ചർക്ക് വിളിക്കാം നമുക്ക്. അനക്ക് ഏത് ടീച്ചർക്കാ വിളിക്കേണ്ടി? എന്നാ ഞാൻ സംസാരിക്കാം, സ്പീക്കറിലിട്ട് സംസാരിക്കാം നമുക്ക് കേട്ടാ. അപ്പൊ മോൾക്കും കേൾക്കാലോ. ഇജ്ജ് ജയിക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഇജ്ജ് ഫുള്ള് എഴുതിയിരിക്കണേ, എനിക്ക് ഉറപ്പുണ്ട് ജയിക്കുന്ന്. എന്നാ ടീച്ചർക്ക് തെറ്റ് പറ്റിയതാവും. ടീച്ചറിനെ പറ്റിയിട്ടാണ് മിണ്ടാത്തേ. ഉറപ്പല്ലേ? എന്നാ ഇജ്ജ് ജയിച്ചേടി, ഇജ്ജ് ജയിച്ച്. ഞങ്ങൾ പറ്റിച്ചതാണ് എന്നെ. മോളെ ജയിച്ചിക്കണേ, അത് ഉമ്മച്ചി എഴുതിയതാണ്. ആ എന്റെ മോള് ജയിക്കാൻ പിന്നെ ആര് ജയിക്കാനാണ്? എന്റെ മോളെ തോൽപ്പിക്കോ ഓളെ ടീച്ചർ? അടിക്കണ്ടേ, നോക്കിട്ട് വാങ്ങണ്ടേ? പറ, ഇജ്ജ് തോക്കോ? ഇല്ലല്ലോ, ഇജ്ജ് ജയിച്ചടി പെണ്ണേ. ഇങ്ങോട്ട് നോക്കിക്ക, കാണിച്ചു തരാനാ? അത് ഉമ്മച്ചി കാണിച്ചു തരാം. ഇജ്ജ് ജയിച്ചിക്കണേ, എനിക്ക് സന്തോഷായ? സന്തോഷായ? ഒന്ന് ചിരിച്ചാ? അയ്യേ, ഒന്ന് ചിരിച്ചാ? ഹലോ ഗൈസ്, നമ്മള് പറ്റിച്ചത് നന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും മുണ്ടടിയ ഞങ്ങളോട് തെറ്റാണ്, പിണക്കൊന്നും ഇല്ല. അത്